ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. 2 കപ്പ് റവ എടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ, പിന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടി, ഏത് അരിപ്പൊടി വേണമെങ്കിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ മാവിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 2 കപ്പ് റവയും 1/2 കപ്പ് മൈദ, 1/2 കപ്പ് അരിപ്പൊടി, ഇതെല്ലാം കൂടി 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞു. ഇനി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഒരു പാനിൽ എണ്ണ ഒഴിച്ച്, എണ്ണയോ നെയ്യോ ഒഴിക്കുക. 1 സ്പൂൺ കടുക്, ദെൻ കുരുമുളക്, 1 സ്പൂൺ ജീരകം, ദെൻ കറിവേപ്പില, മല്ലിയില ഇടുക, കാഷ്യൂനട്ട്, മുന്തിരിപ്പരിപ്പ്, ദെൻ ഉള്ളി, എന്ത് വേണമെങ്കിൽ ഇടാം, അവനവൻ്റെ ചോയ്സാണ് കേട്ടോ. എല്ലാം കൂടി നല്ല ഫ്രൈ ആക്കി ഈ മാവിലിട്ട് കലക്കുക. ഇപ്പോൾ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞ് മാവ് നോക്കുമ്പോൾ റവ വന്ന് വെള്ളമൊക്കെ നല്ലോണം വലിച്ച് നല്ല കട്ടിയായിരിക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ടോട്ടൽ 5 ഗ്ലാസ്. ചൂടായ ദോശക്കല്ലിൽ നമ്മൾ എണ്ണ കുറച്ച് തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് മേലെ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല റോസ്റ്റായി വരുമ്പോൾ അതിന് മറിച്ചിടുക കേട്ടോ. ഈ റവ റോസ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും മാവ് കല്ലിൽ ഒഴിക്കുമ്പോൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഓരോ പ്രാവശ്യവും ഇളക്കിയിട്ട് മാവ് കല്ലിൽ ഒഴിക്കാൻ പാടുള്ളൂ. സോ നമുക്കിവിടെ അടിപൊളി റവ റോസ്റ്റ് തയ്യാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. നമ്മൾ അടിപൊളി ഊറ്റപ്പവും ചട്നിയാണ് നോക്കാൻ പോണത്. അതിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കാം. അതിനായി 4 കപ്പ് ഇഡ്ഡലി അരി ഒരു പാത്രത്തിലേക്ക് ഇടുക. പിന്നെ അതിലേക്ക് അതിനാവശ്യമുള്ള 1 ഗ്ലാസ് ഉഴുന്നും, പിന്നെ ഒരു 1/4 ഗ്ലാസ് കേട്ടോ, 1/4 ഗ്ലാസും, 1 സ്പൂൺ ഉലുവ വന്നിട്ട് നമുക്ക് ഉഴുന്നിൻ്റെ കൂടെ തന്നെ കുതിർത്താം. ഓക്കെ, ഇതെല്ലാം കൂടി നല്ലോണം കഴുകി ഒരു 7-8 മണിക്കൂർ കുതിർത്തുക കേട്ടോ. വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കുക. മിക്സിയോ ഗ്രൈൻഡറോ എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഉഴുന്ന് അരയ്ക്കുക. ഉഴുന്ന് അരച്ചെടുത്ത ശേഷം അരി അരയ്ക്കുക കേട്ടോ. ഈ ഉഴുന്ന് അരച്ച ശേഷം അരി അരയ്ക്കാൻ പറയണത് വേറൊന്നുമല്ല, നമുക്ക് മിക്സിയോ അല്ലെങ്കിൽ ഗ്രൈൻഡറോ കഴുകാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. മാവിൽ ആവശ്യമുള്ള ഉപ്പിട്ടിട്ട് 6-7 മണിക്കൂർ പുളിക്കാൻ വയ്ക്കുക കേട്ടോ. ഇനി ചൂടായ ദോശക്കല്ലിൽ എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കട്ടിയിൽ ഒഴിക്കണം കേട്ടോ, പരത്താൻ പാടില്ല. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റും എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട ശേഷം നമ്മൾ ആ ചട്ടുകം വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വര പോലെ ഇട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ ഉള്ളൊക്കെ നന്നായി വേവും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വരഞ്ഞു കൊടുക്കുന്നത്. സോ ഇവിടെ അടിപൊളി ഊറ്റപ്പം തയ്യാറാണ്. സോ എല്ലാവരും ഈ കുഞ്ഞു ടിപ്സൊക്കെ ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. റവ റോസ്റ്റും ഊറ്റപ്പവും. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. ഓക്കെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഹാപ്പി കുക്കിംഗ്.